എപ്പോഴും നമുക്കൊരു എല്ലാം പങ്കുവയ്ക്കാൻ ഒരാളുള്ളത് നല്ലതല്ലേ. ഒറ്റപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ചിന്തിച്ചു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉപ്പുമുളകും നടക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ ബിജു സോപാനത്തിനെതിരെയും XP ശ്രീകുമാറിനെതിരെയും ഒരു പീഡന പരാതി കേസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആരാണ് ഈ കേസ് കൊടുത്തതെന്ന് സോഷ്യൽ മീഡിയ മൊത്തം ഒരു ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ കുറച്ച് പേര് ഈ ആളായിരിക്കുമോ ഈ കേസ് കൊടുത്തത് എന്നുള്ള രീതിയിൽ ചർച്ച മാറുകയാണ്. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിജു സോപാനമായാലും XP ശ്രീകുമാർ ആയാലും ആരായാലും തനിക്കെതിരെ ഒരു കേസോ പരാതിയോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറ്റക്കാരല്ലെങ്കിൽ ഉറപ്പായിട്ട് മുന്നോട്ട് വന്ന് പ്രതികരിക്കാതെ വലിഞ്ഞു മാറിയിരിക്കും തോറും നമ്മളാണ് ആ കുറ്റക്കാരെന്ന് ജനങ്ങൾ വിധി എഴുതും. അത് സത്യസന്ധമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് വന്ന് പ്രതികരിക്കുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഒരുപാട് നടന്മാർക്കെതിരെ അലിഗേഷൻ വന്നു. നിവിൻ പോളിക്കെതിരെ ഒരു അലിഗേഷൻ വന്ന സമയത്ത് നെഞ്ചും വിരിച്ച് അവൻ വന്ന് മുന്നോട്ട് കാര്യങ്ങൾ ചെറുക്കട്ടായിട്ട് പറഞ്ഞിട്ട് പോയി. പിന്നെ നടന്നതാ ചരിത്രം. ആ പരാതി കൊടുത്ത സ്ത്രീ ഏറെ കയറിപ്പോയി. അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമ്മൾ ശക്തമായ രീതിയിൽ അപ്പം തന്നെ സ്പോട്ടിൽ അങ്ങ് പ്രതികരിക്കണം. പിന്നെ അവിടെ ഒരു സംസാരം ഉണ്ടാവരുത്. ആ രീതിയിൽ അങ്ങ് പ്രതികരിക്കണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബിജു സോപാനവും XP ശ്രീകുമാറും ഇന്നേ വരെ ഒരു പ്രതികരണമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല, അനങ്ങിയിട്ടില്ലെന്ന് തന്നെ പറയാം. എന്നാൽ റീസെന്റ് നിഷാ സാരംഗ് കുറച്ച് പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വീഡിയോയിൽ വന്നിട്ട് കുറച്ചധികം കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണക്ക് കാച്ചിക്കൂട്ടി നോക്കിയപ്പോൾ എവിടേക്ക് എന്തൊക്കെ നല്ലപോലെ ചീഞ്ഞു നടന്നുണ്ട്. ആദ്യം ഞാൻ റീസെന്റ് ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റ് ഒന്ന് വായിക്കാം. സത്യസന്ധമായി ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നും പലരും വഴിമാറി പോയേക്കാം. കാരണം മനോഹരമായ കള്ളങ്ങളാണ് പലരും ഇഷ്ടപ്പെടുന്നത്. ശുഭദിനം എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് നിഷാ സാരംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. 911 ലൈക്ക്, 126 കമന്റ്, 4 ഷെയർ ഈ പോസ്റ്റിനുണ്ടായിരുന്നു. ഇതിലെന്തോ ഒരു അപാകതയില്ലേ എന്നുള്ളൊരു സാധനമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എവിടെയൊക്കെ എന്തൊക്കെയോ കുത്തിപ്പറയുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയോ ഉള്ളിൽ കുറെ വിഷമമുണ്ട്. അത് തൻ്റെ പ്രേക്ഷകരോട് പങ്കുവെക്കുന്ന രീതി ഇങ്ങനെയാണ്. പറയാതിരിക്കാനും പറ്റുന്നില്ല, എന്നാൽ പറഞ്ഞെന്നുമായി പറഞ്ഞില്ലെന്നുമായി എന്നുള്ള രീതിയിലാണ് നിഷാ സാരംഗ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് തോന്നും എന്തോ എവിടെയൊക്കെ ചീഞ്ഞ് നാറുന്നുണ്ട്. ഇതിന് താഴെ വന്ന ഒരു കമന്റ് ഒന്ന് വായിക്കാം. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നീലു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയും. നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. കുറച്ചു പേർ നിങ്ങളുടെ ചാനൽ വഴി പലതും പുറത്തുവിടുന്നു. എന്തായാലും എപ്പോഴായാലും എല്ലാം അറിയും. എങ്കിൽ അത് നേരത്തെ ആയിക്കൂടെ? മറ്റുള്ളവർക്ക് ദോഷം വരരുതല്ലോ എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് നിഷ എന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും പറയാതിരിക്കാൻ വയ്യ. നിഷയെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ നിങ്ങളെ കാത്തിരിപ്പുണ്ട്, മറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നിട്ടുണ്ട്. ഇവിടെ നിഷാ സാരംഗിനെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ ജീവന തുല്യം അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കാണുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവർക്ക് നിങ്ങളൊരു ഡിസപ്പോയിന്റ്മെന്റ് ആകരുത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങ് തുറന്നു പറയുക, അല്ലെങ്കിൽ അങ്ങും തൊടാതെ ഒന്നും പറയാതിരിക്കുക. ഇതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അല്ലാണ്ട് വാലും തുമ്പും ഇല്ലാതെ ഞാൻ സങ്കടത്തിലാണ്, അതിനൊരു റീസൺ ഉണ്ട്, എന്നാൽ ഞാൻ ഹാപ്പിയാണ് എന്നുള്ള സാധനമൊന്ന് പ്രേക്ഷകർക്ക് ഇട്ട് കൊടുക്കാതിരിക്കും. നിങ്ങളുടെ പ്രേക്ഷകർ നിങ്ങൾ തന്നെ പറ്റിക്കുന്ന രീതിയിൽ, വിഡ്ഢികളാക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഇടാതിരിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് തുറന്ന് പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം. ഇത് അങ്ങും തൊടാതെ ഓരോ പോസ്റ്റുകൾ ഇടുമ്പോൾ നിങ്ങളുടെ പ്രേക്ഷകർ തന്നെ മൈൻഡ് ഔട്ട് ആകും. ഇതിന്റെ താഴെ വന്നിട്ടുള്ള ഒട്ടുമിക്ക കമന്റ്സും നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ, അല്ലാണ്ട് ഇങ്ങനെ നിൽക്കാതെ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ മൊത്തം കമന്റ് ഇടുന്നത്. ഇനി വേറെ ഒരു പോസ്റ്റ് നിഷാ സാരംഗ് കുറച്ച് നാളുകൾക്ക് മുന്നേ ഇട്ടിട്ടുള്ള ഞാൻ ഒന്ന് വായിക്കാം. അതായത് ജനുവരി 11 സ്നേഹം കൊണ്ടുള്ള മുറിവ് മായാതെ കിടക്കും മരണം വരെ. ഇതും ഒരു കുത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റാണ്. എന്തൊക്കെയോ വിഷമം താൻ അനുഭവിക്കുന്നു, ഏതൊക്കെയോ ഒരു ബേർഡ് സിറ്റുവേഷനിലൂടെയാണ് താൻ കടന്നു പോകുന്നത് എന്നുള്ള കാര്യം ഇൻഡയറക്ട്ലി തന്നെയാണ് നിഷാ സാരംഗ് ഇവിടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഇൻഡയറക്ട്ലി ഉള്ള സാധനങ്ങൾ കുത്തി ഇടുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ അവിടെ തീരുന്നില്ലേ? എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഉപ്പുമുളകും ടീമിൽ എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? ഇപ്പോൾ നിങ്ങൾ ആരും അവിടെ ഇല്ല, ആ ഉപ്പുമുളകും കാണാനൊരു സുഖമില്ല എന്നുള്ള രീതിയിലൊക്കെ പ്രേക്ഷകർ പറയുന്നുണ്ട്. നിങ്ങളുടെ കമന്റ് ബോക്സ് എടുത്തു നോക്കിയാൽ തന്നെ ഒരുപാട് രീതിയിലാണ് ചർച്ച അവിടെ നടക്കുന്നത്. ഞാൻ കുറച്ച് കമന്റ് കൂടി ഒന്ന് വായിക്കാം. ഇപ്പോഴത്തെ ഉപ്പുമുളകിന്റെയും അവസ്ഥ വളരെ കഷ്ടം, കാണാനോ തോന്നുന്നില്ല. സത്യത്തിൽ എന്താ സംഭവിച്ചത്? മൊത്തം പുകമറയാണ്. നെടും തൂണുകളായ 3 പേർ എവിടെ പോയി? ഈ അവസ്ഥയിൽ ഈ സീരിയൽ നിർത്തുന്നതാണ് ഭംഗി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിഷാ സാരംഗോ ബിജു സോപാൻ ആരും ഉപ്പുമുളകിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഉപ്പുമുളകം എന്ന് പറയുന്ന സീരിയൽ കാണാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് നിർത്തുന്നതാണ് നല്ലതെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെയൊക്കെ ഓർമ്മയിൽ ഈ ഉപ്പുമുളകം തുടങ്ങിയ കാലം മുതൽ ഇവർ കുറെ ടീമാണ് അതിലുള്ളത്. അതുകൊണ്ട് ജനങ്ങൾ ഇവരെ ഏറ്റെടുക്കുകയും ജനങ്ങളുടെ വീട്ടിൽ അംഗത്തെ പോലെ ഇവരെയൊക്കെ കാണുന്നത്.
പെട്ടെന്ന് ഈ ഒരു നിമിഷം ഒരു കാരണവുമില്ലാതെ ഇവർ മാറുകയും അവിടെ എന്തൊക്കെ പ്രശ്നം നടക്കുകയും പ്രത്യേകിച്ച് നിഷാ സാരംഗിന്റെ പോസ്റ്റിൽ ഇങ്ങനത്തെ ഒരുമാതിരി കൊള്ളുന്ന സാധനങ്ങളും അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷമത്തിന്റെ സാധനങ്ങളൊക്കെ എടുത്തിടുമ്പോൾ ജനങ്ങൾ അസ്വസ്ഥരാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് ഓപ്പണായിട്ട് പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു കേസ്. ഇനി വേറെ കമന്റ് വായിക്കാം. സത്യം, എന്തിനാ നിങ്ങൾ വളഞ്ഞിട്ട് മൂക്ക് പിടിക്കുന്നത്? പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ പറ, കഷ്ടം തന്നെ. സത്യം, ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. വളഞ്ഞിട്ട് എന്തിനാ മൂക്ക് പിടിക്കുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ പറ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കും. അതാകുമ്പോൾ വേറെ വിഷയമില്ല. അല്ലാണ്ട് അങ്ങും ഇങ്ങും തൊടാതെ ചുറ്റി വളച്ച് ഓടിച്ച് തിരിച്ച് മടക്കി പറയുമ്പോൾ വളരെ മോശമാണ് നിഷാ സാരംഗ് ചേച്ചി. എനിക്കതാണ് നിങ്ങളുടെ അടുത്തും പറയാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ലതെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ ടീമിനിടയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ പാടില്ലാതെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ മറച്ചു വെക്കാനും പറ്റത്തില്ല. കുറച്ച് ദിവസങ്ങളും കുറച്ച് കാലങ്ങളും കഴിയുമ്പോൾ കുത്തിപ്പൊങ്ങി അത് വീണ്ടും വരും. സോഷ്യൽ മീഡിയയിൽ അത് ചർച്ചാ വിഷയമാകും. അതുകൊണ്ട് നമ്മൾ എത്ര ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാലും സംഭവങ്ങളെല്ലാം കുത്തിപ്പൊങ്ങി വരും. നിങ്ങളൊക്കെ എന്തുകൊണ്ട് ഇപ്പോൾ അതിൽ അഭിനയിക്കുന്നില്ലെന്ന്, എന്താണ് നിങ്ങളുടെ ടീമിനിടയിൽ സംഭവിച്ചതെന്നും, ഒരു കുടുംബം പോലെ ജീവിച്ചിരുന്ന നിങ്ങൾക്ക് എന്ത് സംഭവിച്ചെന്നും കാലക്രമേണ ജനങ്ങളിലേക്ക് എത്തും. അന്ന് അത് വലിയൊരു ചർച്ചാ വിഷയമാകും. അതിനേക്കാളും നിങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ് അതിന്റെ കെട്ടടങ്ങി അങ്ങ് തീരുമെന്നേ എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെയുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവർക്ക് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും മറച്ചു വയ്ക്കാൻ പറ്റൂല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അതങ്ങനെയാണ്. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടായാൽ കൂടി ജനങ്ങളത് അറിയും. അത് ജനങ്ങൾ ചർച്ച ചെയ്യും, സംസാരിക്കും, അഭിപ്രായങ്ങൾ പറയും. കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ചെറുകിട്ടായിട്ട് നടക്കും. എന്തെങ്കിലുമൊക്കെ വശക്കേടായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നെ തുറന്ന് പറയണം. പറയാത്തടത്തോളം കാലം ജനങ്ങൾ അറിയത്തുമില്ല, അസ്വസ്ഥരമായിരിക്കും. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ കേൾക്കാനും അറിയാനും കാത്തിരിക്കുകയും ചെയ്യും. അവരിങ്ങനെ ഓരോ ദിവസവും ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി ഒരു സിനിമയുടെ പ്രൊമോഷനുമായി റിലേറ്റ് ചെയ്തിട്ട് നിഷാ സാരംഗ് വന്ന സമയത്ത് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. റീസെന്റ് ഇന്റർവ്യൂവിൽ നിഷാ സാരംഗ് തന്റെ ജീവിതത്തിൽ താൻ ഒറ്റയ്ക്കാണ്, തനിക്കൊരു ജീവിത പങ്കാളിയെ വേണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ റീസെന്റ് ഈ ഒരു പ്രൊമോഷൻ സമയത്ത് വന്ന സമയത്ത് നിഷ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. പുതിയ വിശേഷമൊന്നുമില്ല, ഇങ്ങനെ തന്നെ പോകണം. ഉപ്പുമ്പളവും നടക്കുന്നുണ്ട്. സിനിമ വളരെ വളരെ നല്ല, വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു പടമാണ്. എന്താ പറയുക, സ്ത്രീകൾക്ക് ഒരിക്കലും ഇത് മിസ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അമ്മ എന്നുള്ളൊരു വികാരത്തെ സ്ത്രീ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കണ്ടിരിക്കണം. കണ്ടില്ലേ നഷ്ടമാണ്. നല്ല സബ്ജക്റ്റ് വളരെ അപൂർവം വല്ലപ്പോഴൊക്കെ സംഭവിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നല്ലൊരു സബ്ജക്റ്റ് വരുമ്പോൾ നമ്മൾ പ്രേക്ഷകർ വേണം അങ്ങനെയുള്ള മൂവി വിജയിപ്പിച്ച് കൊടുക്കാൻ. എല്ലാവരും കാണും. നല്ലൊരു പടമാണ്. ജാഫർക്ക് ഒരു രക്ഷയില്ല. വളരെ എല്ലാവരും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു സിനിമയുടെ പ്രൊമോഷനായിട്ട് റിലേറ്റഡ് ആണ് സംസാരിക്കുന്നത്. സിനിമയെ കുറിച്ചിട്ട് നിഷ സാരംഗ് നല്ല അടിപൊളിയായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഉപ്പുമുളകിന്റെ കേസ് ചോദിച്ച സമയത്ത് ഒഴിഞ്ഞു മാറുകയാണ് ആളവിടെ ചെയ്യുന്നത്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നൈസായിട്ടൊന്ന് ഒഴിഞ്ഞു മാറുകയാണ്. നിങ്ങൾ എത്ര ഒഴിഞ്ഞു മാറിയാലും നിങ്ങളുടെ പ്രേക്ഷകർ നിങ്ങളെ വിടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതെല്ലാം ബാക്കി എന്ത് വിശേഷം? ജീവിതത്തിലേക്ക് കടന്ന് ഇങ്ങനെ പുതിയതല്ലല്ലോ, ജീവിതം എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണല്ലോ. അതിന് പുതുമയൊന്നും ഇല്ലല്ലോ. മക്കൾക്ക് വേണ്ടി ജീവിച്ചു. അത് ഇന്റർവ്യൂവിൽ ആ കുട്ടി ചോദിച്ചു, അതിന് ഞാൻ മറുപടി പറഞ്ഞു. അപ്ഡേറ്റ്സ് ആൾക്കാരിങ്ങനെ ചോദിക്കുന്നുണ്ട്, ചേച്ചി മാരീഡായി ചോദിക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞില്ല ഒരു ഇന്റർവ്യൂവിന്റെ കേസിൽ, ആ ഒരു കേസിൽ ഒരു ജീവിത പങ്കാളി വേണം എന്നുള്ള രീതിയിലൊക്കെ നിഷ സാരംഗ് സംസാരിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ നൈസായിട്ട് ആളങ്ങ് ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുകയാണ്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പബ്ലിക്കിനോട് പറയാൻ പറ്റാത്ത എന്തൊക്കെ ഇഷ്യൂസ് ഇവരുടെ ജീവിതത്തിലുള്ളതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഫീൽ ചെയ്യാനുണ്ടായ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരുപാട് മോട്ടിവേഷനും അങ്ങനത്തെ സാധനങ്ങളാണ് ഇവരിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഇട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇതെല്ലാം ബാക്കി അത് നല്ല കാര്യമല്ലായിരുന്നു. അപ്പൊ നല്ലത് എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കണം. അത്രേ എല്ലാ ആളുകളുടെയും സപ്പോർട്ടുണ്ട് ചേച്ചി. അതാണ് അല്ല, എനിക്കങ്ങനെ തോന്നി. കാരണം വെച്ചാൽ എപ്പോഴും നമുക്കൊരു എല്ലാം പങ്കുവയ്ക്കാൻ ഒരാളുള്ളത് നല്ലതല്ലേ. പറ്റപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ചിന്തിച്ചു തെറ്റാണെന്ന് എനിക്ക് തോന്നണില്ല. ഓക്കെ മക്കളെ, എല്ലാത്തിനും നൈസായിട്ട് അവർ ഒഴിഞ്ഞു മാറുകയാണ്. നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സണൽ കാര്യം നിങ്ങൾക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, പ്രൈവസിയാണ്. പക്ഷേ ഫേസ്ബുക്കിൽ ഇങ്ങനത്തെ പോസ്റ്റുകളും കാര്യം ഇടുമ്പോൾ ജനങ്ങൾ ഓഫ് കോഴ്സ് അസ്വസ്ഥരാകും. നിങ്ങളുടെ പ്രേക്ഷകർ തന്നെ അസ്വസ്ഥരാകും. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരെല്ലാവരും അസ്വസ്ഥരാകും. അവർ പിന്നെ ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെ അത് വലിയ വിഷയങ്ങളാവും. പിന്നെ നിങ്ങൾ മറുപടി പറയേണ്ട അവസ്ഥയിലോട്ട് പോകും.
അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറയുക, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും വിഷമത്തിലിരിക്കുന്നതെന്ന് തുറന്നു പറയുക നിങ്ങളുടെ പ്രേക്ഷകരോട്. അല്ലെങ്കിൽ ദയവ് ചെയ്ത് ഒരു സൂചനയും ഇട്ട് കൊടുക്കാതെ മര്യാദയ്ക്ക് നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. ഇത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് താൻ സങ്കടത്തിലാണെന്നുള്ള രീതിയിലുള്ള പോസ്റ്റുകളും കാര്യങ്ങളും ഫേസ്ബുക്കിൽ ഇടുകയും അതിനെ തുടർന്ന് ജനങ്ങളും നിങ്ങളുടെ പ്രേക്ഷകരും ഒക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല ഈ നടക്കുന്ന പ്രോസസ്സ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയൊരു വീഡിയോ ആയിട്ടാണ്.